ഹലോ, ലിസ്സുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഴയ ഒരു സാരി കൊണ്ട് ഒരു എ ലൈൻ ടോപ്പ് തയ്ക്കാൻ പോവുകയാണ്. ഫ്രിൽസും വലിയ പഫ് സ്ലീവ്സും ഒക്കെയുള്ള ഒരു ടോപ്പാണിത്. ആദ്യം നമുക്ക് ടോപ്പിൻ്റെ ബാക്ക് പീസിനുള്ള തുണി മുറിച്ചെടുക്കണം. ഇത് നിറയെ എംബ്രോയ്ഡറി ഒക്കെയുള്ള ഒരു സാരിയാണ്. ബാക്ക് പീസ് നമുക്ക് എംബ്രോയ്ഡറി ഒന്നും ഇല്ലാത്ത ഒരു ഭാഗം വേണം. അതിനായിട്ട് സാരിയുടെ തുടക്കത്തിൽ കുത്തുന്ന ഭാഗത്ത് നിന്നും നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഒരു കഷ്ണം മുറിച്ചെടുക്കാം. ഇനി ലൈനിങ് എടുത്തിടണം. 2 മീറ്റർ നീളമുള്ള ലൈനിങ് ആണിത്. ഈ ലൈനിങ് 4ആയിട്ട് മടക്കിയിടാം. ഇവിടെ എൻ്റെ ചെസ്റ്റ് വണ്ണ 33 ഇഞ്ചാണ്. 33ൻ്റെ കൂടെ 3 കൂടി കൂട്ടിയാൽ 36. 36ൻ്റെ 4/1 എന്ന് പറയുന്നത് 9 ഇഞ്ചാണ്. 9 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടി 11 ഇഞ്ചാണ് നമ്മൾ വണ്ണമായിട്ട് അടയാളപ്പെടുത്തുന്നത്. കുറച്ച് താഴെ കൂടി 11 ഇഞ്ച് അടയാളപ്പെടുത്തണം. ഇനി ഷോൾഡറാണ് അടയാളപ്പെടുത്തേണ്ടത്. ഷോൾഡർ 7 ഇഞ്ചാണ് എടുക്കുന്നത്. കുറച്ച് താഴെ കൂടി നമുക്ക് 7 ഇഞ്ച് അടയാളപ്പെടുത്താം. കൈക്കുഴിയാണ് എടുക്കുന്നത്. കൈക്കുഴിയും 7 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. 11 ഇഞ്ച് വണ്ണം എടുത്തെടുത്തും 7 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്താം. ഇനി നമുക്ക് ഒരു എൽ ഷേപ്പിൽ ആ പോയിന്റുകൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാം. അതിനുശേഷം എൽ ഷേപ്പിൻ്റെ കോർണറിൽ നിന്നും മുകളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ മാർക്കിലൂടെ യു ഷേപ്പിൽ കൈക്കുഴി വരച്ചെടുക്കാം. ഇനി ഇടവണ്ണം അടയാളപ്പെടുത്തണം. ഇതിനായിട്ട് മുകളിൽ നിന്നും താഴേക്ക് 13 ഇഞ്ച് അടയാളപ്പെടുത്താം. കുറച്ച് പൊക്കമുള്ളവർക്കാണെങ്കിൽ 14 ഇഞ്ച് എടുക്കാവുന്നതാണ്. മീഡിയം പൊക്കമാണെങ്കിൽ 13.5 ഇഞ്ചും എടുക്കാം. ഇവിടെ നമുക്ക് 11 ഇഞ്ച് വണ്ണം ആദ്യം അടയാളപ്പെടുത്തണം. അതിനുശേഷം ഇവിടെ നിന്നും 1.5 ഇഞ്ച് കുറച്ച് 9.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. കൈക്കുഴിയുടെ അറ്റത്ത് നിന്നും ഇടവണ്ണം മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് വളച്ച് വരച്ച് ടോപ്പിൻ്റെ അടി വരെ, അടിയിൽ എത്രമാത്രം വണ്ണം കിട്ടുമോ അത് മുഴുവൻ എടുത്തുകൊണ്ട് നമുക്ക് വരച്ചെടുക്കാം. ഇനി ഈ വരച്ച വരയിലൂടെ നമുക്ക് വെട്ടിയെടുക്കാം. ഇനി ബാക്ക് പീസിനായി വെട്ടിയെടുത്ത തുണി 2ആയി മടക്കിയിട്ട് അതിന് മുകളിലേക്ക് ബാക്ക് പീസിൻ്റെ ലൈനിങ് എടുത്ത് വെച്ച് അതേ ആകൃതിയിൽ ആ മെയിൻ തുണി മുറിച്ചെടുക്കാം. ഇനി ഇടവണ്ണം അടയാളപ്പെടുത്തിയെടുത്ത് നമുക്ക് ചെറിയൊരു വെട്ട് കൊടുക്കാം. അതുപോലെ ടോപ്പിൻ്റെയും ലൈനിങ്ങിൻ്റെയും സെൻറ്ററിലും ഓരോ വെട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഫ്രണ്ട് പീസ് വെട്ടിയെടുക്കാം. ഇതിനായിട്ട് ഫ്രണ്ടിലെ ലൈനിങ് എടുത്തിട്ട് ആദ്യം ഈ മെയിൻ തുണിയുടെ മുകളിൽ വെക്കണം. എന്നിട്ട് ആ സെൻറ്ററിൽ നിന്നും 4 ഇഞ്ച് വീതിയിൽ ലൈനിങ് മടക്കിയിടണം. അതിനുശേഷം ആ ലൈനിങ്ങിൻ്റെ ആകൃതിയിൽ നമുക്ക് ഫ്രണ്ട് പീസ് വെട്ടിയെടുക്കാം. ഇതാ നമ്മൾ അങ്ങനെ വെട്ടിയെടുത്തു. ഇനി ഫ്രണ്ട് പീസിനെ 2ആയിട്ട് ഭാഗിക്കണം. ഇവ ടോപ്പിൻ്റെ ഫ്രണ്ടിൽ സൈഡിലേക്ക് വരുന്ന ഭാഗങ്ങളാണ്. ഇനി ടോപ്പിൻ്റെ ഫ്രണ്ടിൽ സെൻറ്ററിൽ വരുന്ന ഭാഗം മുറിച്ചെടുക്കാം. ഇതിനായിട്ട് സാരിയുടെ എംബ്രോയ്ഡറി വരുന്ന ഭാഗമാണ് എടുത്തിരിക്കുന്നത്. ആ പീസ് ആദ്യം 2ആയിട്ട് മടക്കിയിടാം. നമ്മൾ നേരത്തെ ലൈനിങ് 4 ഇഞ്ച് മടക്കിയിട്ടിട്ടാണ് സൈഡ് കഷ്ണങ്ങൾ വെട്ടിയെടുത്തത്. അപ്പോൾ സെൻറ്റർ പീസിൽ നമ്മൾ 4 ഇഞ്ചും പിന്നെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് 4.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. മുകൾ ഭാഗത്ത് മാത്രം മാർക്ക് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ താഴ്ഭാഗത്തേക്ക് ചെരിച്ച് വരച്ചെടുക്കണം. കഷ്ണത്തിൻ്റെ മുകളിൽ വീതി കുറഞ്ഞും താഴെ വീതി കൂടിയുമാണ് എടുക്കേണ്ടത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആ കഷ്ണങ്ങളേക്കാൾ വലുതായി പോകരുത് ഈ സെൻട്രൽ പീസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തയ്ച്ചു വരുമ്പോൾ കഷ്ണങ്ങൾ ഒട്ടും തന്നെ കാണാനുണ്ടാവില്ല. സെൻട്രൽ പീസ് മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പം അത്രയും വീതി കുറച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ. പക്ഷേ അടിയിൽ നമുക്ക് എത്ര വേണേലും വീതി എടുക്കാം. അടിയിൽ കുറച്ചൊന്ന് തുടിഞ്ഞ് കിടന്നോട്ടെ. ഇനി നമുക്ക് ലൈനിങ് എടുത്ത് വെച്ച് അതിൻ്റെ അത്രയും നീളത്തിൽ ഈ കഷ്ണം കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവാണ് വെട്ടിയെടുക്കേണ്ടത്. ഇതിനായി സാരിയിൽ നിന്ന് ഒരു കഷ്ണം വെട്ടിയെടുത്തിട്ട് 4ആയിട്ട് മടക്കിയിടണം. അപ്പോൾ അതിൻ്റെ ഇറക്കം 14.5 ഇഞ്ചാണ് എടുക്കേണ്ടത്. അതിൻ്റെ വീതി 12 ഇഞ്ചും എടുക്കണം. ഇനി സ്ലീവിൻ്റെ അടിഭാഗത്ത് നിന്ന് മുകളിലേക്ക് ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്യണം. അവിടെ നിന്ന് താഴേക്ക് ഒരു 3.5 ഇഞ്ചും മാർക്ക് ചെയ്യണം. ഇനി സ്ലീവിൻ്റെ മുകൾ ഭാഗത്തെ സെൻറ്ററിൽ നിന്നും ആ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് വളച്ച് ഒരു ഷേപ്പിൽ വരച്ചെടുക്കാം. സ്ലീവിൻ്റെ സെൻറ്ററിൽ ഓരോ വെട്ട് കൊടുക്കാം. സ്ലീവിൻ്റെ അടിഭാഗത്ത് ഇപ്പോൾ വണ്ണം അടയാളപ്പെടുത്തേണ്ട, കാരണം അവിടെ നമുക്ക് ഞൊറിയിടാനുണ്ട്. അതുപോലെ മുകളിലും ഞൊറിയിടണം.
ഇതിനായിട്ട് ആദ്യം സ്ലീവുകൾ തമ്മിൽ വേർപെടുത്തിയെടുക്കാം. ഇനി സെൻറ്ററിൽ നിന്നും 2 സൈഡിലേക്കും ചെറിയ ചെറിയ ഞൊറികൾ ഇട്ട് കൊടുക്കണം. സ്ലീവ്സിൻ്റെ അടിഭാഗത്തും ഇതുപോലെ ചെറിയ ഞൊറികൾ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞൊറിയിട്ട് കഴിയുമ്പോൾ സ്ലീവ്സിൻ്റെ അടിഭാഗത്തെ വണ്ണം 7 ഇഞ്ച് ആയിരിക്കണം. 7 ഇഞ്ച് വണ്ണത്തിൽ വേണം അടിഭാഗത്തെ ഞൊറികൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ കഷ്ണങ്ങളെല്ലാം കൂട്ടിപ്പിടിപ്പിക്കാം. ആദ്യം സെൻറ്ററിലെ കഷ്ണം എടുത്തു വയ്ക്കുക. എന്നിട്ട് സൈഡിലേക്ക് വരുന്ന കഷ്ണങ്ങൾ അതിൻ്റെ സൈഡിലേക്ക് കൂട്ടിപ്പിടിപ്പിക്കാവുന്നതാണ്. ആദ്യം ഒന്ന് അടിച്ചു കൊടുക്കണം, പിന്നീട് മറിച്ച് ഒന്ന് പ്രസ് ചെയ്ത് അടിക്കുക കൂടി വേണം. ഇതാ നമ്മൾ അങ്ങനെ അടിച്ചു പിടിപ്പിച്ചിരിക്കുകയാണ്. ഇനി ലൈനിങ് എടുത്ത് വെച്ച് അതിന് മുകളിലേക്ക് ഈ ഫ്രണ്ട് പീസ് മടക്കിയിട്ട് വെക്കണം. കഴുത്ത് വെട്ടുന്നതിന് വേണ്ടിയാണ്. കഴുത്തിൻ്റെ അകലം 3.5 ഇഞ്ചാണ് എടുക്കുന്നത്. 3.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. കഴുത്തിൻ്റെ ഇറക്കം 6.25 ഇഞ്ചും മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ 2 പോയിന്റുകൾ തമ്മിൽ ഒരു സ്കെയിൽ വെച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം. നമ്മൾ വി കഴുത്താണ് എടുക്കുന്നത്. ഇനി ആ വരയിലൂടെ കഴുത്ത് വെട്ടിയെടുക്കാം. അടുത്തതായിട്ട് ബാക്ക് കഴുത്ത് അടയാളപ്പെടുത്താം. അതിനായിട്ട് ലൈനിങ് എടുത്ത് വെക്കണം. അത് 2ആയിട്ട് മടക്കി വെക്കണം. ഇവിടെ കഴുത്തിൻ്റെ അകലം 2.25 ഇഞ്ചാണ് എടുക്കുന്നത്. കാരണം ഫ്രണ്ട് പീസിൽ ഫ്രില്ല് വരുന്നുണ്ട്, അതുകൊണ്ടാണ് 2.25 ഇഞ്ച് എടുക്കുന്നത്. കഴുത്തിൻ്റെ ഇറക്കം 6.25 ഇഞ്ചാണ്. നമുക്ക് 6.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. ബാക്ക് കഴുത്തും നമ്മൾ വി ഷേപ്പിലാണ് എടുക്കുന്നത്. ഇനി 2 പോയിന്റുകൾ തമ്മിൽ സ്കെയിൽ വെച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കാം. അതിനുശേഷം ഈ ലൈനിങ് തുണി തിരിച്ചു മടക്കണം. എന്നിട്ട് ഇപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തിയ മാർക്കുകൾ അപ്പർ സൈഡിലും കൂടി വരത്തക്ക വിധം പ്രസ് ചെയ്യണം. ഇപ്പോഴിതാ ആ മാർക്കുകൾ അപ്പർ സൈഡിൽ കൂടി വന്നിരിക്കുകയാണ്. ഇനി നമുക്കതൊന്ന് കടുപ്പിച്ച് വരയ്ക്കാം. അടുത്തതായി നമുക്ക് ബാക്കിലെ മെയിൻ തുണി എടുത്തിടാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ലൈനിങ് വയ്ക്കണം. എന്നിട്ട് കഴുത്തിൻ്റെ ആ വരയിൽ കൂടി നമുക്ക് അടിച്ചെടുക്കണം. ഇതാ നമ്മൾ അങ്ങനെ അടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി കഴുത്തിൻ്റെ ഉള്ളിൽ കൂടി 4 ഇഞ്ച് തുമ്പിട്ടിട്ട് വെട്ടിക്കളയാം. വിയുടെ കുനിപ്പ് വരുന്നിടത്ത് നമുക്ക് അടുപ്പിൽ കയറാണ്ട് ഒന്ന് വെട്ടണം. എന്നിട്ട് ലൈനിങ് ഉള്ളിലേക്ക് മറിച്ചെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് കഴുത്തിൽ പിടിപ്പിക്കാനുള്ള ഫ്രിൽസിനായിട്ട് തുണി വെട്ടിയെടുക്കാം. 3/4 ഇഞ്ച് വീതിയിലാണ് നമ്മൾ ഫ്രില്ല് വെക്കുന്നത്. അതും തുണി 2ആയിട്ട് മടക്കിയിട്ടാണ് ഫ്രില്ല് അടിച്ചു പിടിപ്പിക്കുക. അപ്പോൾ 3/4 1.5 ഇഞ്ച് വീതിയിൽ തുണി വേണം. പിന്നെ തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് ഒരു 2.5 ഇഞ്ച് വീതിയിൽ നമുക്ക് നീളത്തിൽ തുണി മുറിച്ചെടുക്കാം. ഇങ്ങനെ മുറിച്ചെടുത്ത തുണി 2ആയി മടക്കിയിട്ട് കുറച്ച് വീതിയിൽ നമുക്ക് ഫ്രിൽസ് അടിച്ചെടുക്കാം. ഇതാ നമ്മളങ്ങനെ ഫ്രിൽസ് അടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കത് ടോപ്പിൻ്റെ കഴുത്തേലേക്ക് വെച്ച് പിടിപ്പിക്കാം. ഇതിനായിട്ട് ടോപ്പിൻ്റെ മെയിൻ തുണി ആദ്യം വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഫ്രിൽസ് വെക്കണം. ഇതിൻ്റെ മുകളിലേക്ക് ലൈനിങ്ങും വെക്കണം. എന്നിട്ട് വി ഷേപ്പിൻ്റെ 2 സൈഡിൽ കൂടിയും ആ കുനിപ്പ് വരെ അടിക്കണം. പക്ഷെ അവിടെ കൂട്ടിമുട്ടിക്കാൻ പാടില്ല, അവിടെ തുളയായിട്ട് തന്നെ കിടക്കണം. ഇതാ നമ്മൾ അങ്ങനെ അടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി ലൈനിങ് നമുക്ക് ഉള്ളിലേക്ക് മറിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് ഫ്രിൽസിൻ്റെ 2 അറ്റങ്ങളും മുകളിലേക്ക് കാണാവുന്നതാണ്. ഇവ നമ്മൾ ആ തുളയിൽ കൂടെ ഉള്ളിലേക്ക് ആക്കി വയ്ക്കണം. ഇനി നമുക്ക് ഈ ഫ്രിൽസ് ഒന്ന് പ്രസ് ചെയ്ത് അടിക്കാം. ഇതാ നമ്മൾ അങ്ങനെ പ്രസ് ചെയ്ത് അടിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഷോൾഡറുകൾ തമ്മിൽ കൂട്ടിപ്പിടിപ്പിക്കാം. ഇതിനായിട്ട് ആദ്യം ബാക്ക് പീസിൻ്റെ നല്ല വശം മുകളിൽ വരത്തക്ക വിധം വയ്ക്കുക. എന്നിട്ട് അതിന് മുകളിലേക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ഫേസ് ടു ഫേസ് ആകുന്ന രീതിയിൽ വയ്ക്കുക. ബാക്ക് പീസിൻ്റെ ലൈനിങ് ഉള്ളിൽ കൂടെ ഫ്രണ്ടിലേക്ക് എടുത്ത് ഫ്രണ്ട് പീസിനോട് ചേർത്ത് വെച്ചിട്ട് വേണം ഷോൾഡർ അടിക്കാനായിട്ട്. കഴുത്തിൻ്റെ അവിടെ നിന്നും കൈക്കുഴിയുടെ അവിടത്തേക്ക് ചെരിച്ചു വേണം അടിക്കാൻ. മറ്റേ ഷോൾഡറും ഇതുപോലെ തന്നെ അടിക്കണം. അങ്ങനെ നമ്മൾ ഷോൾഡറുകൾ തമ്മിൽ കൂട്ടിപ്പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി വേണം നമുക്ക് ബാക്ക് കഴുത്ത് പ്രസ് ചെയ്ത് അടിക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് സ്ലീവ്സിൻ്റെ അടിയിൽ പടി പിടിപ്പിക്കാം. ഇതിനായിട്ട് സാരിയുടെ ബോർഡറാണ് മുറിച്ചെടുത്തിരിക്കുന്നത്.
അതാദ്യം സ്ലീവ്സിൻ്റെ അടിയിലേക്ക് വെച്ചിട്ട് അരികിൽ കൂടെ ഒന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം മടക്കി ഒന്ന് പ്രസ് ചെയ്ത് അടിക്കുക കൂടി വേണം. 2 സ്ലീവ്സിലും ഇതുപോലെ പടി അടിച്ചെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് സ്ലീവ്സ് ടോപ്പിലേക്ക് പിടിപ്പിക്കണം. അതിനു മുമ്പായിട്ട് ടോപ്പിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന കൈക്കുഴി ഒന്ന് കുഴിച്ചു വെട്ടാം. ഇനി നമുക്ക് സ്ലീവ്സിൻ്റെ സെൻറ്റർ ഷോൾഡറിൻ്റെ അറ്റത്തേക്കായിട്ട് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് സ്ലീവ്സ് അടിച്ച് പിടിപ്പിക്കാം. ഇതാ നമ്മൾ അങ്ങനെ സ്ലീവ്സ് ടോപ്പിലേക്ക് അടിച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വണ്ണം അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ എൻ്റെ ചെസ്റ്റ് വണ്ണം 33 ഇഞ്ചാണ്. 33ൻ്റെ കൂടെ 3 കൂട്ടിയാൽ 36. 36ൻ്റെ പകുതി 18 ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് അടയാളപ്പെടുത്തേണ്ടത്. ഇനി കുറച്ച് ലൂസൊക്കെ വേണമെങ്കിൽ ഒരു 1/2 ഇഞ്ചും കൂടി കൂട്ടിയിടാവുന്നതാണ്. ഞാനിവിടെ 18.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഇടവണ്ണം അടയാളപ്പെടുത്താം. ഇടവണ്ണം മുകളിൽ നമ്മൾ ചെസ്റ്റ് വണ്ണം അടയാളപ്പെടുത്തിയതിൽ നിന്നും 3 കുറയ്ക്കേണ്ടത്. അപ്പോൾ 18.5ൽ നിന്നും 3 കുറച്ചാൽ 15.5 ഇഞ്ച് നമുക്ക് ഇടവണ്ണമായിട്ട് മാർക്ക് ചെയ്യാം. ഇനി 2 സൈഡിലും ആ പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കണം. അതിനുശേഷം നമുക്ക് കൈയുടെ വണ്ണം അടയാളപ്പെടുത്താം. ഞാനിവിടെ 5 ഇഞ്ച് വണ്ണമാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കൈവണ്ണം അളന്നെടുത്തിട്ട് അതിൻ്റെ പകുതി മാർക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മുകളിൽ നിന്ന് ടോപ്പിൻ്റെ അടി വരെ സൈഡിലൂടെ 2 സൈഡിലൂടെയും അടിച്ചു വിടാം. അടിഭാഗത്ത് സൈഡ് അടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. മെയിൻ പീസ് ലൈനിങ്ങിനേക്കാളും കൂട്ടിയെടുത്തിട്ടുണ്ട് 2 വശത്തേക്കും. അപ്പോൾ ലൈനിങ്ങിൻ്റെ ഒപ്പമല്ല മെയിൻ പീസ് അടിഭാഗത്ത് കിടക്കുക. അതുകൊണ്ട് കുറച്ച് ഭാഗം വരെ ലൈനിങ്ങും മെയിൻ പീസുകളും ഒരുമിച്ചടിച്ചതിന് ശേഷം മെയിൻ തുണി മാത്രം പുറത്തേക്കിട്ടിട്ട് അവ ഒരുമിച്ചടിക്കണം. അതിനുശേഷം ആ മെയിൻ തുണി ഉള്ളിലേക്കിട്ടിട്ട് ലൈനിങ്ങും പ്രത്യേകമായിട്ട് അടിക്കണം. നമ്മളങ്ങനെ സൈഡ് കൂട്ടിപ്പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അടിഭാഗം ലെവൽ ചെയ്തൊന്ന് വെട്ടിയെടുക്കാം. ലൈനിങ്ങും മെയിൻ തുണിയും നമുക്കിങ്ങനെ ലെവൽ ചെയ്ത് വെട്ടിയെടുക്കണം. ഇനി നമുക്ക് മെയിൻ തുണിയിലേക്ക് ഫ്രില്ല് പിടിപ്പിക്കാം. ഇതിനായിട്ട് നീളത്തിൽ സാരി എന്ന കഷ്ണം മുറിച്ചെടുത്തതിന് ശേഷം ലോങ് സ്റ്റിച്ച് ഇട്ടടിച്ച് ആ സ്റ്റിച്ച് വലിച്ച് ഞൊറിയെടുത്തിട്ടിരിക്കുകയാണ്. അത് നമുക്ക് ടോപ്പിലേക്ക് കൂട്ടിപ്പിടിപ്പിക്കണം. ഞൊറിയുടെ അകവശം മുകളിലാകത്തക്ക വിധം ടോപ്പിൻ്റെ അടിയിൽ അരികിലേക്ക് വെച്ച് ആദ്യം ഒന്ന് അടിക്കുക. അതിനുശേഷം മറിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് അടിക്കുക കൂടി വേണം. ഒപ്പം തന്നെ ലൈനിങ്ങിൻ്റെയും അടിക്കണം. അത് ചെറുതായിട്ട് 2 മടക്കായിട്ട് മടക്കി അടിച്ചാൽ മതി. അങ്ങനെ ഇതാ നമ്മൾ നമ്മുടെ ടോപ്പ് തയ്ച്ച് കഴിഞ്ഞിരിക്കുകയാണ്. വളരെ ഭംഗിയിൽ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. പഴയ ഒരു സാരി ഉടുക്കാൻ കൊള്ളാത്ത രീതിയിൽ ഇരുന്നപ്പോൾ അതെടുത്ത് തയ്ച്ചതാണ്. നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ പഴയ സാരിയൊക്കെ ഉപയോഗിച്ച് ടോപ്പ് അടിച്ചെടുക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.